യാക്കോബിൻ്റെ ലേഖനം, ജെയിംസ് 1-ാം അധ്യായം 2-3-4 ഞാൻ വായിക്കാം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ പരിഹസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹെവൻലി ഫാദർ, കർത്താവേ, ഈ പകൽക്കാലം 2024 2 മാസങ്ങൾ കടന്നുപോയി. മാർച്ച് മാസം കർത്താവ് നീ ഞങ്ങൾക്ക് തന്നു. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടുന്ന ജ്ഞാനം അനുദിനം നീ ഞങ്ങൾക്ക് തരണമാകണേന്ന് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നീ ഞങ്ങൾക്ക് മധ്യേ വരണമേന്ന് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ തുടർന്നുള്ള നിമിഷങ്ങളിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് വായിൽ തോന്നുന്ന വിളിച്ച് പറയാനല്ല കർത്താവെ, നിൻ്റെ ഹിതം മാത്രം കർത്താവെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നടക്കണേന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പല പരീക്ഷകളിലൂടെയും പലരും കടന്നു പോകും തീർച്ചയായും. ആൻഡ് എസ്പെഷ്യലി ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അടുത്തൊരു 2 മാസത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം 5 വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു പരീക്ഷയിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ നമ്മൾ പലയിടത്തും സ്റ്റാച്യൂസും കട്ടൗട്ട്സും പ്രതിമകളും കാണാൻ സാധിക്കും. ആൻഡ് ബൈബിളിൽ അതേപോലെ നമുക്കറിയാം, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ അങ്ങനെ ഒരു പ്രതിമ കാണുന്നുണ്ട്. നെബുക്കദ്നേസർ ദാനിയേൽ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നെബുക്കദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി. അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദുരാസമഭൂമിയിൽ നിർത്തി എന്ന് നമ്മൾ വായിക്കുന്നത്. ഇതെല്ലാം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഭാഗമാണ്. അവിടെ അവർ കടന്നു പോയിട്ടുള്ള പരീക്ഷ നമുക്കറിയാം. ശദ്രക്, മേശക്, അബേദ്നെഗോ അവരെല്ലാം കടന്നു പോയിട്ടുള്ള ആ ഒരു പരീക്ഷ നമ്മൾ കടന്നു പോകേണ്ട ഇട വന്നിട്ടില്ല. അത്രയ്ക്കും കട്ടിയുള്ള പരീക്ഷ. പക്ഷെ അത് ശരിക്കും മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ 10 കൽപ്പനകളിൽ 1-ാമത്തെ കൽപ്പനയുടെ തന്നെ ലംഘനമാണത്. പുറപ്പാട് 20 പറയുന്നു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ആൻഡ് 4-ാം വാക്യത്തിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയുണ്ടാക്കരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു എന്ന് നമ്മൾ പുറപ്പാടിൽ വായിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ചർച്ചിൽ വരുന്നവരും അങ്ങനെ ബിംബാരാധന ചെയ്യുന്നവരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ വാട്ട് ഈസ് എ ഐഡൽ, അല്ലെങ്കിൽ എന്താണ് ഒരു ബിംബം അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു എന്ന് പറയുമ്പോൾ സാധാരണയായി നമുക്കറിയാം, മറ്റ് പല മതങ്ങളിലുള്ളവരും ഒരു സ്വർണത്തിലോ വെള്ളിയിലോ മേ ബി പ്ലാസ്റ്റിക്കിലോ ഉള്ള ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു വസ്തു, അത് വീടിൻ്റെ മധ്യേ ആയിരിക്കാം, ചിലപ്പോൾ കാറിൻ്റെ ഡാഷ്ബോർഡിലായിരിക്കാം, ചിലപ്പോൾ കുട്ടികളാണെങ്കിൽ അവരുടെ സ്റ്റഡി ടേബിളിലായിരിക്കാം. അപ്പോൾ പ്രൈമറി സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്ന അവരുടെ ആരാധന വസ്തുവാണ് നമ്മൾ ഐഡൽ എന്ന് പറയുന്നൊരു സാധനം. പക്ഷേ there is also another way in which we can understand what an idol is. വെറും നമ്മുടെ സ്പേസ് 4 ഡയമെൻഷൻസിലുള്ള സ്പേസ് ടൈം എടുക്കുന്നത് മാത്രമല്ല, എനിത്തിങ് ദാറ്റ് ടേക്സ് അപ്പ് അവർ കോഗ്നിറ്റീവ് സ്പേസ് ഇറ്റ്സ് ഓൾസോ an idol. അലിസ്റ്റർ ബെഗിൻ്റെ ഐഡലിൻ്റെ ഒരു ഡെഫിനിഷനുണ്ട്. അതിൽ പുള്ളി അലിസ്റ്റർ ബെഗ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, എനിത്തിങ് അതർ ദാൻ ഗോഡ്
that we regard as essential to our peace, our self-image, our contentment or our acceptability. അപ്പോൾ ദൈവത്തെ കൂടാതെ നമ്മൾ നമ്മുടെ സമാധാനത്തിനും നമ്മുടെ സ്വന്തം ഇമേജിന്, നമ്മുടെ സ്വന്തം ഇതിനും, നമ്മുടെ തൃപ്തിക്കും, നമ്മുടെ നിർവൃത്തിക്കും, നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കുന്ന എന്തും ഒരു ബിംബമാണ്, ഒരു ഐഡലാണ്. അത് ദൈവഹിതത്തിനെതിരാണ്. ഇറ്റ് കുഡ് ബി എനിത്തിങ്. നമ്മുടെ സമയം, നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അത് ദൈവത്തിനെതിരായിട്ടുള്ള കാര്യമായിരിക്കാം. നമ്മൾ ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ് വി ആർ സപ്പോസ് ടു ഓൾവേസ് വർഷിപ്പ് ഗോഡ്. ആൻഡ് നമ്മുടെ സമയത്തിൽ കൂടുതൽ ഭാഗവും ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആൻഡ് അതിന് അനേകം ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. ആൻഡ് 1-ാം അധ്യായം ഡാനിയേലിലേക്ക് വരികയാണെങ്കിൽ യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു, അതിനെ നിരോധിച്ചു എന്ന് നമ്മൾ കാണും. ആൻഡ് അതിനുശേഷം നെബൂഖദ്നേസർ രാജാവ് അശ്പെനാസിനോട് ഇസ്രായേൽ മക്കളിൽ നിന്ന് രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് 4-ാം വാക്യം, അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയുടെ ഭാഷയും അഭ്യസിപ്പാനും കൽപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. സോ നെബൂഖദ്നേസർ ഹീസ് ലുക്കിംഗ് ഫോർ പീപ്പിൾ who have all these qualities, and it feels like he's giving things for a marriage bureau. ഒരു വിവാഹത്തിന് ഒരു ആളുകളെ അന്വേഷിക്കുന്നത് പോലെയാണ് നെബൂഖദ്നേസർ അന്വേഷിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അംഗവൈകല്യം പാടില്ല, ആൻഡ് അത്യാവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യം ആവശ്യമുണ്ട്. പിന്നീട് സകല ജ്ഞാനം, നൈപുണ്യം, സമർത്ഥത, വിദ്യാപരിജ്ഞാനം എല്ലാം ആവശ്യമുണ്ട് നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ we spend a significant amount of time thinking about all these things. നമ്മൾ ഈ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി വെൽത്ത്, ഇറ്റ് കുഡ് ബി വിസ്ഡം, ആൻഡ് ഇറ്റ് കുഡ് ബി ജ്ഞാനത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഒത്തിരി അധികം സമയം ചിലവാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ബ്യൂട്ടി, അംഗഭംഗം, സകല ജ്ഞാനം, ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം 4-ാം വാക്യത്തിൽ ഈ കാണുന്ന വസ്തുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഫിലോസഫർ ജോൺ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഒരു ഭരണകൂടത്തിന് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുമായിരിക്കാം, റേഷൻ കാർഡിലൂടെ അരി ലഭിക്കും, പക്ഷേ സൗന്ദര്യം റേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ആൻഡ് ഇതിൽ പറയുന്ന ജ്ഞാനം എല്ലാവർക്കും റേഷനായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്നത് ഇതിനകത്ത് അംഗഭംഗം, അപ്പോൾ അംഗവൈകല്യമില്ല, നമ്മൾക്ക് പലർക്കും ഇല്ല. അപ്പോൾ നമ്മൾ ബൈ ബർത്തായിട്ടില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടവരാണ്. ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ എന്നെ ഒരു കടന്നിൽ കുത്തുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം ഒരു 3-4 ദിവസം എനിക്ക് ഈ വലത് കൈ അനക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ 3-4 ദിവസം എനിക്ക് റൈറ്റ് ഹാൻഡിൽ ഇപ്പോൾ ഡെക്സ്റ്ററിറ്റി ഇല്ല. So those were the times that I had to think about how ungrateful I was. അപ്പോൾ എത്ര നന്ദി കെട്ടവനായിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചതെന്ന് എനിക്ക് മനസ്സിലായ ദൈവം എന്നെ കടന്ന് മനസ്സിലാക്കിപ്പിച്ചു. ആൻഡ് ഇതിൽ സൗന്ദര്യത്തെ പറ്റി പറയുമ്പോഴും നമുക്ക് ജന്മന ലഭിക്കുന്ന കാര്യമായിട്ടാണ് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വിശ്വാസികൾ, എൻ്റെ അറിവിൽ
സൗന്ദര്യത്തിന് പുറകെയും ഇതിന് പുറകെയും അധികം പോകാറില്ല. പക്ഷെ ജ്ഞാനം, നിപുണത, വിദ്യ, പരിജ്ഞാനം, ഇതിലൊക്കെ ആക്ച്വലി ഒരു പ്രശ്നമുണ്ട്. ബാക്കി ഇവൻ നമുക്ക് if we are lacking any of our limbs, നമുക്ക് അത്യാവശ്യം കൈകളോ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന മെഡിക്കൽ ഫെസിലിറ്റീസ് ഇന്ന് ലോകത്തിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യാം, ഫെയർനെസ് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യാം പറ്റുന്ന സംഗതികൾ ഇന്ന് 2024 ലോകത്തിലുണ്ട്. പക്ഷേ ഇതിനകത്ത് മൂന്നാമത് പറഞ്ഞിരിക്കുന്ന പരിജ്ഞാനം അല്ലെങ്കിൽ സാമർഥ്യത അല്ലെങ്കിൽ അറിവെന്ന് പറയുന്ന സാധനം നമുക്കൊരിക്കലും വചനാടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു ലോകത്തിൽ ഒരു സ്കൂളിലും ഒരു യൂണിവേഴ്സിറ്റിയിലും നമുക്ക് പോയാൽ കിട്ടത്തില്ല. സങ്കീർത്തനം 14 കാണുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള അറിവ് നമുക്കൊരിക്കലും സ്കൂളിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ലഭിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 17-ാം വാക്യത്തിൽ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഈ 4 ബാലന്മാർക്ക്, അപ്പോൾ അവർക്ക് ജന്മന കിട്ടിയതല്ല ഈ അറിവും, അവർക്ക് കിട്ടിയ സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും ദൈവം കൊടുത്തു എന്നാണ് 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ we need to give thanks to God if we think that we are created having been born with wisdom. നമുക്ക് എന്തെങ്കിലും അറിവുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടവരാണ്. അപ്പോൾ താഴോട്ട് ഇതിന് മുകളിലോട്ട് പറയുമ്പോഴും അവർക്കൊരു പരീക്ഷയിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. 8-ാം വാക്യത്തിൽ എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്ന് പറയുമ്പോൾ ദാനിയേലിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബാലന്മാരും ഉണ്ട്. ശദ്രക്, മേശക്, അബേദ്നെഗോ, കുറച്ച് യഹൂദ ബാലന്മാരും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. അപ്പോൾ ഇത് ശരിക്കും വലിയൊരു പ്രശ്നമാണ്. ക്യാൻ വി ദ ക്വസ്റ്റ്യൻ ഓഫ് വെദർ വി ക്യാൻ ഈറ്റ് വാട്ട് എവരി വൺ ഈറ്റ്സ്. എല്ലാവരും കഴിക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുമോ? എല്ലാവരും കാണുന്ന കാര്യങ്ങൾ നമുക്കും കാണാൻ പറ്റുമോ? എല്ലാവരും ധരിക്കുന്ന വസ്തുക്കൾ നമുക്കും ധരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇറ്റ് ലീഡ്സ് ടു ലോട്ട് ഓഫ് കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ തർക്ക വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കണം. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഈ പരീക്ഷകളിലൂടെ ഇപ്പോൾ ഇവർ കടന്നു പോകുമ്പോൾ ഇവർ ബാലന്മാർ എന്ന് പറയുമെങ്കിലും ഇവരുടെ പ്രായം 10-15 അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 20 അതിന് മുകളിലാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പ്രായത്തിന് ആക്ച്വലി അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്, ഇവർ തീരെ ചെറിയ പ്രായക്കാരായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർ ബാക്കി കൾച്ചർ, അവരുടെ പേർഷ്യൻ സംസ്കാരത്തോട് ചേർന്ന് ജീവിച്ച് പോയേനെ. പക്ഷെ അവർക്കറിയാം അവർ എക്സൈലിലാണ് അവർ വന്നിരിക്കുന്നത്. അവരുടെ മോസ്റ്റ് പ്രോബബ്ലി അവരുടെ എല്ലാവരുടെയും അച്ഛനമ്മമാരെയെല്ലാം യുദ്ധത്തിൽ കൊന്നിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ there is a particular reason why they are having that restraint in their lives, because when they were children, അവർ ബാലന്മാരായിരുന്നപ്പോൾ നമ്മൾ സദൃശവാക്യത്തിൽ കണ്ടതുപോലെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവരുടെ മാതാപിതാക്കൾ അഭ്യസിപ്പിച്ചു. അതുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം വിട്ടുപോകാതെ സൂക്ഷിക്കുന്നത്, ഡാനിയേലും കൂട്ടുകാരും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ അത് സത്യം പറഞ്ഞാൽ വലിയ പരീക്ഷയല്ല. അവർക്ക് കഴിക്കേണ്ടുന്ന രാജാവിൻ്റെ ഭോജനം മാറ്റിവെക്കണം, സസ്യാഹാരം കഴിക്കണം. അത് വലിയൊരു പരീക്ഷയല്ല. നമ്മൾ പലരും സസ്യ ബുക്കുകളാണ്. അപ്പോൾ അതിൽ വലിയൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വലിയൊരു തുറക്കത്തിനാണ് കാരണമാകുന്നത്. ഈ ദാനിയേൽ 1-ാം അധ്യായത്തിൽ നമ്മൾ ഈ കാണുന്ന ഈ പരീക്ഷയിൽ ഇവർ തോറ്റിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദാനിയേൽ എന്ന് പറയുന്ന പുസ്തകമേ ഉണ്ടാവില്ലായിരുന്നു.
അപ്പോൾ they were faithful in what they were having that little amount. ചെറിയ പരീക്ഷകളിൽ അവർ വിശ്വസ്തരായിരുന്നത് കൊണ്ടാണ് നമുക്കറിയാം മൂന്നാം അധ്യായത്തിൽ കാണുന്ന പരീക്ഷ. മൂന്നാം അധ്യായത്തിൽ വാക്യം 15 അവർക്കറിയാം. അവർ നെബൂഖദ്നേസർ തൻ്റെ ഒഫീഷ്യൽസിനെല്ലാം വിളിക്കുമ്പോൾ ബാക്കി ഒഫീഷ്യൽസിന് ഇവരെ കാണുന്നില്ല, ശദ്രക്കിനെയും മേശകനെയും അബേദ്നെഗോവിനെയും ഒന്നും കാണുന്നില്ല. അപ്പം അവരെ വിളിക്കുന്നു. അപ്പോൾ രാജാവിന് ആദ്യം ദേഷ്യം വരുന്നു, പക്ഷേ എന്നാലും അവർക്ക് ഒരു അവസരവും കൂടെ രാജാവ് കനിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പക്ഷേ they were so faithful in their faith towards God. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചോളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ദാറ്റ്സ് എ വെരി പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ്. അത് അത്രയും വിശ്വാസമുള്ളവർക്ക് അങ്ങനെ അവർക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് വിശ്വസിക്കാൻ പറ്റും, ദൈവം സർവശക്തനാണ്, ദൈവത്തിനെല്ലാം കഴിവുണ്ട്. God is omnipotent, omnibenevolent, omnipresent, omniscient, omnisubjective. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പുസ്തകത്തിൽ എഴുതി കാണാതെ പഠിക്കാൻ പറ്റും. പക്ഷേ ഇതേപോലുള്ളൊരു അവസരത്തിൽ കടന്നു പോകുമ്പോൾ അങ്ങനെ വിശ്വസിക്കുവാൻ അത് നമുക്കെല്ലാവർക്കും പറ്റൂല. നമുക്ക് പാട്ടുപാടി ആരാധിക്കാൻ പറ്റും, പക്ഷെ അങ്ങനെ വിശ്വസിക്കാൻ നല്ല പാടാണ്. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ ഞങ്ങളെ തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടിവിക്കും. that is something how really powerful. and ഈ 17-ാം വാക്യത്തിൽ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്, ഗ്രാമറ്റിക്കലി അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിലും അതിപ്പോൾ 18-ാം അധ്യായത്തിലോട്ട് വരുമ്പം അവിടെ ഒരു ബട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ബട്ടിൻ്റെ ഒരു പ്രശ്നം, ആ ബട്ട് ചില ആളുകൾ കാണൂല. ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ പ്രോസ്പെരിറ്റി ഗോസ്പെൽസ് അവരുടെ ആ പ്രശ്നം എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ അവർക്ക് ഈ ബട്ട് എന്നൊരു വിഷയമില്ല. അപ്പം അവർ പ്രാർത്ഥിക്കും, അവർക്ക് മിറാക്കിൾസ് എല്ലാം കിട്ടുമ്പോൾ അവർ ചോദിക്കുമ്പോൾ വേണം. പക്ഷേ നമുക്കറിയാം, നമുക്ക് ദൈവത്തോട് ആജ്ഞാപിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. നമ്മുടെ ദൈവം നമ്മൾ ചോദിക്കുമ്പോൾ തരാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. 18-ാം അധ്യായത്തിൽ വാക്യത്തിൽ അവരുടെ വിശ്വാസം, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കുറച്ച് നല്ല ട്രാൻസ്ലേഷൻ അല്ല. വേറൊരു ട്രാൻസ്ലേഷനിൽ ഈവൻ ഇഫ് നോട്ട് ഇഫ് ദൈവം നമ്മളെ വിടുവിച്ചില്ലെങ്കിലും, വേറൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നുണ്ട്, ഈ ദൈവം നമ്മളെ വിടുവിച്ചില്ലെങ്കിലും, ഇംഗ്ലീഷിലും പറയുന്നുണ്ട്, നമ്മൾ ബിംബത്തെ ആരാധിക്കുകയില്ല, നമസ്കരിക്കുകയില്ല. ആ ഒരു വിശ്വാസത്തിലോട്ട് കടന്നു വരുവാൻ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രിയപ്പെട്ടവരെ. ആ ഒരു വിശ്വാസത്തിലോട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും നടത്തട്ടെ. കാരണം പക്ഷെ അങ്ങനെ ഒരു വിശ്വാസത്തിലോട്ട് ദൈവം നമ്മളെ നടത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 1-ാം അധ്യായത്തിലെ വിശ്വാസത്തിൽ പരീക്ഷകളിൽ നമ്മൾ വിജയിക്കണം. നമ്മുടെ എല്ലാം ഇപ്പോൾ വിചാരം ഇപ്പം ഇവിടെ തീവ്രവാദികൾ വരെയാണ്, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആരുണ്ടെന്ന് ചോദിച്ചാൽ രക്തസാക്ഷികളാവാൻ എല്ലാവരും തയ്യാറാണ്. പക്ഷേ ആഴ്ചയിൽ 6 ദിവസവും ദൈവഭയം ഇല്ലാതെ ആയിരിക്കും ജീവിക്കുന്നത്. പക്ഷെ നമുക്കെല്ലാവർക്കും രക്തസാക്ഷിയാവണം. അത് എബ്രായർ 5 കൊടുത്തിരിക്കുന്ന കട്ടിയായ ആഹാരം, നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലോട്ട് നമുക്ക് നടത്താൻ ദൈവം നമ്മളെ നടത്തട്ടെ, അങ്ങനെ നടത്തണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ പാട്ട് പാടാനൊക്കെ പലപ്പോഴും എളുപ്പമാണ്, നമ്മൾ വെറുതെ പാട്ടുപാടി തള്ളിക്കളയും. പക്ഷേ നമ്മൾ ഗ്രഹാം സ്റ്റെയിൻസ് അവരുടെ 2 കുഞ്ഞുങ്ങളും ആ രാത്രി ജീപ്പിനുള്ളിൽ കടന്നുപോയ വേദന, ആ വേദന നമുക്കാർക്കും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ലാബിൽ വെച്ചിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ കയ്യിൽ ചൂടുവെള്ളം വീണു. അപ്പോൾ ഇറ്റ് ഈസ് വെരി മച്ച് എവിഡൻറ്റ് ഇഫ് യു നൗ സീ ഇറ്റ്സ് ഫിൽഡ് വിത്ത് ഡെഡ് സെൽസ്. പക്ഷേ ദൈവം
നമുക്കറിയാം ശദ്രക്കിനെയും മേശക്കിനെയും ആബേദ്നെഗോവിനെയും ദൈവം രക്ഷിച്ചു. അവരുടെ മുടി പോലും പോയില്ല, അവരുടെ മുടി പോലും വെന്ത് പോയില്ല എന്നാണ് പറയുന്നത്. അപ്പം എന്നാൽ ഇവരെ 3 പേരെയും തീരെ തള്ളിയിട്ട് ഭടന്മാർ മരിച്ചുപോയി. ആ ഒരു കോൺട്രാസ്റ്റിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, എന്നാൽ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ വിഷയത്തിലോട്ട് വന്നപ്പോൾ അവർ 3 പേരെയും ദൈവം കൊന്നു കളഞ്ഞു. അപ്പോൾ ഇതെന്തൊരു ദൈവമാണ്? ഹൗ കുഡ് ആൻ ഓൾ ലവിങ് ഓൾ പവർഫുൾ ഗോഡ് ഡു ദിസ് തിങ്? അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞ് നമുക്ക് ഫലിപ്പിക്കാൻ, ഒരു നിരീശ്വരവാദിയും പറഞ്ഞ് പഠിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. ആ ഒരു പരീക്ഷയിൽ നിന്ന് വളർന്നു വരുന്ന ആ ഒരു വിശ്വാസത്തിന്മേൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം വളർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.